ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആഫ്റ്റർ എഫക്ട്സ് ക്യാമറയെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ 3D ലെയറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ 3D ലെയറിനെ കുറിച്ച്, ഡിഫറെൻറ്റ് വ്യൂ പോർട്സിനെ കുറിച്ച്, ക്യാമറ ടൂൾസിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോ. ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. ബിക്കോസ് ആ വീഡിയോയും കൂടെ കണ്ടാലേ ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ ആഫ്റ്റർ എഫക്ട്സിലെ ക്യാമറ നമ്മുടെ റിയൽ ലൈഫിലുള്ള ക്യാമറ പോലെ തന്നെയാണ്. നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ഒരു 3D സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാമറ സീനിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. മുമ്പോട്ടോ പുറകോട്ടോ സൈഡിലോട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആനിമേറ്റ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ക്യാമറ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. കുറേ വാല്യൂസ് ഉണ്ട്, കുറേ സെറ്റിംഗ്സ് ഉണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നല്ല രീതിയിൽ കൺഫ്യൂസിങ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്യാമറയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 പാർട്ടുകളായിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് സെറ്റിങ്സ്. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. നമുക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുവാണ്. ഇനി നമുക്ക് കൺട്രോൾ ഹോൾഡ് ചെയ്ത് പാൻ ബിഹൈൻഡ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ആങ്കർ പോയിന്റ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയേഴ്സ് 2 തവണ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ക്യാമറാസ് 3D ലെയേഴ്സ് മാത്രമേ റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ക്യാമറ ആഡ് ചെയ്യുമ്പം നമ്മുടെ ലെയേഴ്സ് എല്ലാം 3D ആക്കി കൊടുക്കണം. ഇനി നമുക്കിത് പല സ്ഥലത്തായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സർക്കിൾസിൻ്റെ കളേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് 3D സ്പേസിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് 2 വ്യൂ ആക്കുവാണ്. ഇത് ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സർക്കിൾ അങ്ങ് പുറകിൽ കൊണ്ടുവെക്കാം. ആൻഡ് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ആൻഡ് ഈ ഒരു യെല്ലോ സർക്കിൾ കുറച്ച് പുറകിലേക്ക് കൊണ്ടുവച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് മാറ്റി കൊടുക്കാം. ഓക്കെ, ആൻഡ് സെൻട്രലിലുള്ള സർക്കിൾ കുറച്ച് മുമ്പോട്ട് മാറ്റി കൊടുക്കാം. സോ ഇങ്ങനെ നമ്മൾ പല സ്ഥലത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പുതിയ ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. ക്യാമറ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക്, ന്യൂ ക്യാമറ സെലക്ട് ചെയ്യാം. സോ ഒരു മെനു ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ഷിഫ്റ്റ് ഓൾട്ട് സി യൂസ് ചെയ്യാം, ഷോർട്ട് കട്ടാണ്. അതല്ലെങ്കിൽ ലെയർ, ന്യൂ ക്യാമറ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനൊരു ബോക്സ് ആണ് വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ബട്ട് നമ്മൾ ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഈ ക്യാമറയ്ക്ക് നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിഫോൾട്ടായിട്ട് ക്യാമറ 1, ക്യാമറ 2, ക്യാമറ 3 അങ്ങനെ ആയിരിക്കും നെയിം വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. സോ ഞാൻ ഇവിടെ ഡിഫോൾട്ട് നെയിം തന്നെ കൊടുക്കുവാണ്. പിന്നെ ഇവിടെ ക്യാമറ ടൈപ്പ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 1 നോട്ട് ആൻഡ് 2 നോട്ട്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് 1 നോട്ട് ക്യാമറ, എന്താണ് 2 നോട്ട് ക്യാമറ, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു 1 നോട്ട് ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യാം. നമ്മുടെ ക്യാമറ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇത് ടോപ്പിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം. കൺട്രോൾ N. ഞാനിവിടെ കൂടുതൽ ടൈമും ഷോർട്ട് കട്ട്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഷോർട്ട് കട്ട്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഞാൻ കൊടുത്തേക്കാം. ഇനി നമുക്ക് കോമ്പോസിഷൻ 1 ഓപ്പൺ ചെയ്തിട്ട് ഈ സർക്കിൾസ് എല്ലാം കോപ്പി ചെയ്യാം. ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു 2 നോട്ട് ക്യാമറ ക്രിയേറ്റ് ചെയ്യാം. ടൈപ്പ് 2 നോട്ട് കൊടുക്കുവാണ്. ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെ കോമ്പോസിഷൻ 1ൽ 1 നോട്ട് ക്യാമറയും കോമ്പോസിഷൻ 2ൽ 2 നോട്ട് ക്യാമറയാണ് ക്രിയേറ്റ് ചെയ്തത്. 1 നോട്ട് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്ഫോം പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇവിടെ പൊസിഷൻ, അതുപോലെ ഓറിയൻറ്റേഷൻ, റൊട്ടേഷൻ എല്ലാം കാണാം. അതുപോലെ 2 നോട്ട് ക്യാമറ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ട്രാൻസ്ഫോം പ്രോപ്പർട്ടിയിൽ പൊസിഷൻ, ഓറിയൻറ്റേഷൻ, റൊട്ടേഷൻ എല്ലാം കാണാം. അതിൻ്റെ കൂടെ തന്നെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും കാണാം. ആൻഡ് ഇതാണ് 1 നോട്ട് ക്യാമറയും 2 നോട്ട് ക്യാമറയും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. 1 നോട്ട് ക്യാമറയ്ക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല, 2 നോട്ട് ക്യാമറയ്ക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1 നോട്ട് ക്യാമറ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കാണാം നമ്മുടെ ക്യാമറ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഓർബിറ്റ് അറൗണ്ട് ടൂൾ സെലക്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു ടൂൾസിനെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ ഓൾട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ, സെലക്ഷൻ ടൂളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓൾട്ട് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ യൂണിഫൈഡ് ക്യാമറ ടൂൾ കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓർബിറ്റ് അറൗണ്ട് ടൂൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് മിഡിൽ ബട്ടൺ ഞെക്കുവാണെങ്കിൽ, അതായത് സ്ക്രോൾ വീലിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പാൻ ബിഹൈൻഡ് ടൂൾ കിട്ടും. അതുപോലെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡോളി ടൂൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഓക്കെ, നമുക്ക് ഓർബിറ്റ് അറൗണ്ട് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങളിവിടെ ടോപ്പ് വ്യൂവിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കണം ക്യാമറ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് 2 നോട്ട് ക്യാമറ എടുത്തിട്ട് സെയിം കാര്യം ചെയ്യാം. ഓൾട്ട് ഹോൾഡ് ചെയ്തു എന്നിട്ട് നമുക്ക് ഓർബിറ്റ് അറൗണ്ട് ടൂൾ റൊട്ടേറ്റ് ചെയ്യാം. സോ ഇവിടെ ക്യാമറ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. ഓക്കെ, ഇവിടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ടോപ്പിൽ കാണുന്നതാണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്യാമറ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. കണ്ടോ? അതുപോലെ 1 നോട്ട് ക്യാമറ ആ ഒരു ക്യാമറയുടെ സെൻറ്ററിൽ നിന്നുകൊണ്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് 1 നോട്ട് ക്യാമറയ്ക്കും 2 നോട്ട് ക്യാമറയ്ക്കും തമ്മിലുള്ള വ്യത്യാസം. 2 നോട്ട് ക്യാമറ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കിക്കൊണ്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ 1 നോട്ട് ക്യാമറ ക്യാമറയുടെ സെൻറ്ററിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. 1 നോട്ട് ക്യാമറ റിയൽ ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ക്യാമറ കിട്ടുന്നത് അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി. ഞാൻ ഇവിടെ പൊസിഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് നമുക്കിത് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു 2 സെക്കൻഡ്സിൽ വന്നിട്ട്
നമുക്കിത് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം, മാറിപ്പോയി. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പാൻ ക്യാമറ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സെയിം കാര്യം തന്നെ നമുക്ക് 2-നോട്ട് ക്യാമറയിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പൊസിഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു, നമുക്കിത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് ഒരു 2 സെക്കൻഡിൽ വന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമുക്കിവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. നമ്മൾ സെയിം കാര്യം തന്നെയാണ് 1-നോട്ട് ക്യാമറയിലും 2-നോട്ട് ക്യാമറയിലും ചെയ്തത്, ബട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. ബിക്കോസ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ആനിമേറ്റ് ചെയ്തിട്ടില്ല. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. സോ നമ്മൾ ക്യാമറ മൂവ് ചെയ്യുമ്പം എപ്പോഴും ക്യാമറ നോക്കുന്നത് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ടായിരിക്കും. അതിനെ അറൗണ്ടായിരിക്കും ക്യാമറ ഓറിയൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആനിമേറ്റ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ക്യാമറ മൂവ് ചെയ്യുമ്പം അതെപ്പോഴും നോക്കുന്നത് എങ്ങോട്ടായിരിക്കും? പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെ ഒരു പാൻ ക്യാമറ മൂവ്മെൻറ്റ് 2-നോട്ട് ക്യാമറയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടെ ആനിമേറ്റ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ഒരു കീ ഫ്രെയിംസ് ഇവിടെ ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ട്രാൻസ്ഫോമിൽ വരുവാണെങ്കിൽ ഇവിടെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ക്യാമറ പഴയ പൊസിഷനിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് നമുക്ക് ക്യാമറ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലും പൊസിഷനിലും കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഒരു 2 സെക്കൻഡിലേക്ക് വന്നിട്ട് നമുക്ക് ക്യാമറ റൈറ്റ് സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ 1-നോട്ട് ക്യാമറയിൽ കിട്ടിയ സെയിം റിസൾട്ട് 2-നോട്ട് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് നമ്മളിവിടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടെ ആനിമേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ആ ടോപ്പ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, സോ എന്താണ് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ യൂസ്? എനിക്ക് നമ്മുടെ ക്യാമറ മൂവ് ചെയ്യുമ്പം നമ്മുടെ ഒരു ഗ്രീൻ സർക്കിൾ കണ്ടില്ലേ? സോ അതിൻ്റെ ചുറ്റുമാണ് നമ്മുടെ ക്യാമറ മൂവ് ചെയ്യുകയും എല്ലാം ചെയ്യേണ്ടത്. സോ നമുക്ക് ക്യാമറ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ ആ ഒരു ഗ്രീൻ സർക്കിളിന് അങ്ങോട്ട് കൊണ്ടുവച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്യാമറയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്ത് എന്നിട്ട് ഒരു 2 സെക്കൻഡിലേക്ക് പോയിട്ട് നമുക്ക് ഇതിൻ്റെ പൊസിഷനിലൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ അറിയാം നമ്മൾ ക്യാമറ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും അത് നോക്കുന്നത് എങ്ങോട്ടായിരിക്കും? നമ്മുടെ ആ ഒരു ലെയറിലേക്കായിരിക്കും. ഏത് ലെയറിലാണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുന്നത് അങ്ങോട്ടായിരിക്കും നമ്മുടെ ക്യാമറ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു മോഷൻ ഗ്രാഫിക്സും ടെക്സ്റ്റ് ആനിമേഷനൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെയധികം യൂസ് ചെയ്യും. നമുക്ക് ഏത് ടെക്സ്റ്റിലേക്കാണോ ക്യാമറ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റിലേക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, സോ നിങ്ങൾക്ക് 1-നോട്ട് ക്യാമറ ആൻഡ് 2-നോട്ട് ക്യാമറ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നുകൂടെ പറയുവാണെങ്കിൽ 1-നോട്ട് ക്യാമറയുടെ സെൻറ്ററിൽ നിന്നുകൊണ്ടാണ് ഓറിയൻറ്റ് ചെയ്യുന്നത്. 2-നോട്ട് ക്യാമറയ്ക്ക് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനെ നോക്കിക്കൊണ്ടായിരിക്കും ക്യാമറ ഓറിയൻറ്റ് ചെയ്യുന്നത്. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോക്കൽ ലെന്തിനെ കുറിച്ചാണ്. നിങ്ങൾ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ക്യാമറയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഞാൻ ഫോക്കൽ ലെന്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ക്യാമറയെക്കുറിച്ച് അറിയാത്തവർക്കും ഫോക്കൽ ലെന്തിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഫസ്റ്റ് നമുക്ക് ക്യാമറ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ക്യാമറ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി Ctrl+Shift+Y നിങ്ങൾക്ക് പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ക്യാമറയിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ക്യാമറ സെലക്ട് ചെയ്തിട്ട് ലെയർ ക്യാമറ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നെയിം നോക്കി അതുപോലെ ടൈപ്പ് നോക്കി. ഇനി നമുക്ക് ഇവിടെ പ്രീസെറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ 15mm തൊട്ട് 200mm വരെയുള്ള പ്രീസെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ക്യാമറയെ പറ്റി അറിയാത്തവരാണെങ്കിൽ ഞാൻ ഒരു ഇമേജ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫോക്കൽ ലെന്തിൻ്റെ വാല്യൂ കുറയുമ്പോഴത്തേനും ഒത്തിരി വൈഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ മില്ലിമീറ്ററിൻ്റെ വാല്യൂ കൂടുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ സൂംഡ് ഇൻ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ വൈഡ് കുറഞ്ഞൊരു ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഒരു 15mm ലെൻസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനതൊരു 15mm ആക്കുമ്പോഴത്തേനും ഓക്കെ ഇവിടെ വൈഡ് ആയിട്ടൊരു വ്യൂ ആണ് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ ക്യാമറ ഇവിടെയാണ്. ഇതാണ് ക്യാമറയുടെ ആംഗിൾ ഓഫ് വ്യൂ വൈഡ് ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ പ്രീസെറ്റ് മാറ്റി 200mm ആക്കുമ്പോഴത്തേനും നമ്മുടെ ക്യാമറയുടെ ആംഗിൾ ഓഫ് വ്യൂ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുറേ സൂംഡ് ഇൻ ആയിട്ടൊരു ഇമേജാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫോക്കൽ ലെന്ത് യൂസ് ചെയ്യുന്നത്. ഫോക്കൽ ലെന്തിനെ പറ്റി കുറേ വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. ബട്ട് ബേസിക്കലി ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. ഫോക്കൽ ലെന്തിൻ്റെ വാല്യൂ കുറയുമ്പോഴത്തേനും വൈഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കിട്ടുന്നത്. ഫോക്കൽ ലെന്തിൻ്റെ വാല്യൂ കൂടുമ്പോഴത്തേനും കുറേ സൂംഡ് ഇൻ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിവിടെ നോക്കുവാണെങ്കിൽ വേറെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം കാണാം. സൂം, ആംഗിൾ ഓഫ് വ്യൂ, ഫോക്കൽ ലെന്ത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോക്കൽ ലെന്ത് കൊടുക്കാം. ഇവിടെ പ്രീസെറ്റിൽ 200mm വരെ അതുപോലെ ഏറ്റവും കുറവ് 15mm വരെ കൊടുത്തിട്ടുള്ളൂ. ബട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഫോക്കൽ ലെന്ത് കൂട്ടാം, അതുപോലെ കുറയ്ക്കാനും കഴിയും. ഓക്കെ, സോ നമുക്കിവിടെ ഒരു 50mm യൂസ് ചെയ്യാം. സോ സൂം, ആംഗിൾ ഓഫ് വ്യൂ, ഫോക്കൽ ലെന്ത് ഇത് ബേസിക്കലി ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇവിടെ സൂമിൻ്റെ വാല്യൂ മാറ്റുവാണെങ്കിൽ ഫോക്കൽ ലെന്തും അതുപോലെ ആംഗിൾ ഓഫ് വ്യൂ അഡ്ജസ്റ്റ് ആകുന്ന കാണാം. ആംഗിൾ ഓഫ് വ്യൂ മാറ്റുവാണെങ്കിൽ സൂമും ഫോക്കൽ ലെന്തും അഡ്ജസ്റ്റ് ആകുന്ന കാണാം. അതുപോലെ ഫോക്കൽ ലെന്ത് മാറ്റുമ്പോഴത്തേനും ആംഗിൾ ഓഫ് വ്യൂവും സൂമും അഡ്ജസ്റ്റ് ആകുന്ന കാണാം. സോ നിങ്ങൾക്ക് ഇത് ഏതാണോ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ക്യാമറയെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്യാമെന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തേരം സൂം ചെയ്യണം അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ക്യാമറയെക്കുറിച്ച് മനസ്സിലാകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോക്കൽ ലെന്ത് ഇവിടെ ചൂസ് ചെയ്യാം. അതുപോലെ ആംഗിൾ ഓഫ് വ്യൂ ഇതാണ്. സോ ഞാൻ ആംഗിൾ ഓഫ് വ്യൂ മാറ്റുമ്പോഴത്തേനും നമുക്ക് ആ ഒരു വൈഡ് ആകുന്നതും അതുപോലെ നമ്മുടെ ആ റേഞ്ച് ഷോർട്ട് ആകുന്നതും കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ബേസിക്കലി സംഭവം ഒന്ന് തന്നെയാണ്. ഞാൻ ഇവിടെ ഒരു 50mm യൂസ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം.
സോ നിങ്ങൾക്ക് ഫോക്കൽ ലെന്തിനെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മോഷൻ പാത്തിനെ പറ്റിയാണ്. സോ നമ്മളിവിടെ ഒരു ക്യാമറ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ടൊരു ക്യാമറ ഫ്രണ്ടിലേക്ക് പോകുന്ന ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ ക്യാമറ ഓപ്പൺ ചെയ്ത് ട്രാൻസ്ഫോം പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്ത് പൊസിഷനിലും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലും കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്യാമറ ജസ്റ്റ് മുമ്പോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഒരു മോഷൻ പാത്ത്. നമ്മുടെ ക്യാമറ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്തു. നമുക്ക് ഈ ഒരു മോഷൻ പാത്ത് കുറച്ചുകൂടെ കേർവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് കുറച്ചുകൂടെ കേർവ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹാൻഡിൽ കാണാം. സോ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. സോ ക്യാമറ മൂവ് ചെയ്യുന്നത് ആ ഒരു കേർവിലൂടെയാണ്. അതുപോലെ ഇവിടെ ഹാൻഡിൽ കാണാം ആ ഒരു എൻ പോയിന്റിൽ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ആ ഒരു കേർവിലൂടെ ക്യാമറ പോകുന്നതാണ്. നിങ്ങൾ ടോപ്പ് വ്യൂവിൽ നോക്കുവാണെങ്കിലും അത് ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, സോ ഈ ഒരു ക്യാമറ ഈ ഒരു പാത്തിലൂടെ മൂവ് ചെയ്യുമ്പം ക്യാമറ നേരെയാണ് നോക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കേർവിലൂടെ പോകുമ്പോൾ ക്യാമറ ഓട്ടോ ഓറിയൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ സെലക്ട് ചെയ്തിട്ട് Ctrl+Alt+O പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ട്രാൻസ്ഫോം ഓട്ടോ ഓറിയൻറ്റ് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ക്യാമറ സെലക്ട് ചെയ്തിട്ട് ലെയർ ട്രാൻസ്ഫോം ഓട്ടോ ഓറിയൻറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓറിയൻറ്റ് അലോങ് ദ പാത്ത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുക. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ക്യാമറ ആ ഒരു കേർവിനനുസരിച്ച് തിരിയുന്നത് കാണാം. ഓക്കെ, സോ ടോപ്പ് വ്യൂവിൽ നോക്കണം. സോ ക്യാമറ കറക്റ്റ് ആ ഒരു കേർവിനനുസരിച്ച് ഓട്ടോ ഓറിയൻ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണാം. സോ ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ ഓറിയൻറ്റ് ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇവിടെ പൊസിഷൻ്റെ കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് വാല്യൂസ് എല്ലാം റീസെറ്റ് ചെയ്യുവാണ്. ഓക്കെ, റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഗ്രീൻ സർക്കിളിൻ്റെ അറൗണ്ട് ഒരു 360 ഡിഗ്രി റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ആദ്യം ഏത് ലെയറാണ് ഈ ഒരു ഗ്രീൻ സർക്കിളിൻ്റെ ലെയറാണ് നമ്മുടെ മെയിൻ ലെയർ. അതിൻ്റെ അറൗണ്ടാണ് നമുക്കൊരു റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ആ ഒരു ലെയറിലേക്ക് കൊണ്ടുവെക്കാം. സോ ഇനി നമുക്ക് പൊസിഷനിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. നമുക്ക് 1 സെക്കൻഡിലേക്ക് വല്ലതും പോയിട്ട് നമുക്ക് ക്യാമറ മുമ്പോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ക്യാമറ മാത്രം മൂവ് ചെയ്താൽ മതി. ഇനി നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലും ക്യാമറയിലോട്ട് നിങ്ങൾ നോക്കണം. ടോപ്പ് വ്യൂവിൽ കറക്റ്റ് ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇതിനും നമ്മുടെ ക്യാമറ തിരിച്ച് റൊട്ടേറ്റ് ആയിരിക്കുന്നതാണ്. കാരണം നമ്മുടെ ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കിക്കൊണ്ടായിരിക്കും ക്യാമറ മൂവ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് വന്നപ്പോൾ ഇതിനും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാമറയുടെ പുറകിലായി. സോ ക്യാമറ റൊട്ടേറ്റ് ആവും. എന്നിട്ട് നമുക്ക് കുറച്ച് പുറകോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് 2 സെക്കൻഡ്സിലേക്ക് വന്നിട്ട് ക്യാമറ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഇങ്ങനൊരു ആനിമേഷൻ അല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ പാത്ത് ഇവിടെ കാണാം. നമുക്ക് 360 ആയിട്ട് ഇതിലെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആനിമേഷനാണ് വേണ്ടത്. നമ്മൾ കുറച്ച് മുമ്പ് യൂസ് ചെയ്ത അതേ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഒരു ഹാൻഡിൽ കാണാം. നമുക്കത് കുറച്ച് ഇങ്ങനെ ഒരു റൈറ്റ് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. സോ നമുക്ക് ഇതിങ്ങനെ കേർവ് ക്രിയേറ്റ് ചെയ്യാം. പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ക്യാമറ തിരിച്ചു വരുന്നത് ആ ഒരു പാത്തിലൂടെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു മുകളിലത്തെ നോഡിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ കാണാം. സോ നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്കും അതുപോലെ ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി മുകളിൽ നമുക്ക് ഒരു സർക്കിൾ പോലെ ആക്കി കൊടുക്കണം. ഈ ഒരു നോഡിൻ്റെ തൊട്ട് മുകളിലാണ് ഹാൻഡിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു പെൻ ടൂൾ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ കൺവേർട്ട് വെർട്ടെക്സ് ടൂൾ കിട്ടും. അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം. നമുക്ക് ഒരു പോയിന്റ് കറക്റ്റ് ഏകദേശം ഒരു സർക്കിൾ പോലെ ആക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ ഏകദേശം ഒരു സർക്കിൾ പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു 360 ഡിഗ്രി റൊട്ടേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു മോഷൻ പാത്ത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ചെയ്തത്. നമുക്ക് ഈ സെയിം കാര്യം 1 നോട്ട് ക്യാമറ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ അതിന് നമുക്കൊരു നൾ ലെയറിൻ്റെ ആവശ്യമുണ്ട്. സോ ഇതാണ് നമ്മുടെ 1 നോട്ട് ക്യാമറ. നമുക്കിവിടെ ഒരു നൾ ലെയർ ക്രിയേറ്റ് ചെയ്യാം. Ctrl+Shift+Alt+Y. നമുക്ക് ഈ ഒരു ക്യാമറ നള്ളിലേക്ക് പേരൻറ്റ് ചെയ്യാം. ഈ നൾ ലെയർ 3D ആക്കാം. സോ നമുക്ക് ഈ ഒരു ഗ്രീൻ സർക്കിളിൻ്റെ അറൗണ്ട് ആണല്ലോ മൂവ് ചെയ്യേണ്ടത്. സോ ഈ ഒരു നൾ ലെയർ നമുക്ക് ആ ഒരു ഗ്രീൻ സർക്കിളിൻ്റെ അവിടെ കൊണ്ടുവെക്കാം. എന്നിട്ട് ഇതിൻ്റെ റൊട്ടേഷൻ പ്രോപ്പർട്ടി ഓപ്പൺ ആക്കാം. ഇത് നമുക്ക് വൈ റൊട്ടേഷൻ ആണല്ലോ വേണ്ടത്. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഒരു 2 സെക്കൻഡ്സിലേക്ക് വല്ലതും പോയിട്ട് നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഒരു തവണ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്കത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ 0, 1 കൊടുത്താൽ മതി. സോ ഒരു തവണ ഇതിവിടെ റൊട്ടേറ്റ് ആവും. ഇത് പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ കണ്ടോ റൊട്ടേറ്റ് ചെയ്യുന്ന കാണാം. സോ ഇത് നമുക്ക് 1 നോട്ട് ക്യാമറ ഉപയോഗിച്ചും ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മൾ നൾ ലെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ ഇതിനെപ്പറ്റി എല്ലാം നോക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ മോഷൻ പാത്ത് ഉപയോഗിച്ച് പാത്ത് മോഡിഫൈ ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ക്യാമറയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഡെപ്ത് ഓഫ് ഫീൽഡ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ ട്രാൻസ്ഫോം പ്രോപ്പർട്ടിയും അതുപോലെ ക്യാമറ ഓപ്ഷൻസും കാണാം.
ക്യാമറ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ എങ്ങനെ മൾട്ടിപ്പിൾ ക്യാമറ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ക്യാമറയേ ഉള്ളൂ. ഇനി ക്യാമറ 2, ക്യാമറ 3, ക്യാമറ 4 അങ്ങനെ പല ക്യാമറാസ്, അങ്ങനെ എങ്ങനെ ഒന്നിൽ കൂടുതൽ ക്യാമറാസ് യൂസ് ചെയ്യാം, ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. and നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ ചെയ്യാം, ഓർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.